ഇല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ന ചർച്ചിലെ മെമ്പറാണ്, ഇന്ന പള്ളിയിൽ പോകുന്നവരാണ്, ഇന്നാരാണ് ഞങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഹൃദയംഗമായി യേശുവിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകുവാൻ തക്കവണ്ണം നമ്മിൽ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി യാഗമായി തീരുകയും ചെയ്തവനെ വേണ്ടി നാം നിലനിൽക്കണം. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 11 to 15 ആണ്. റോമാലേഖനം 11-ാം അധ്യായം 11 തൊട്ട് 15 വരെയുള്ള വേദഭാഗങ്ങൾ. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താവും. ഇവിടെ ഈ പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം ജാതികളുടെ രക്ഷ, വിശ്വാസത്താലുള്ള നീതീകരണം, ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യഹൂദന്മാരെ ദൈവം അങ്ങ് തഴഞ്ഞു, ഇനി അവരെക്കുറിച്ച് കെയർ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ്, ജാതിപരമായി നോക്കിയാൽ ഞാനും ഒരു യഹൂദനല്ലയോ? വല്ല വിധേനയും അവരെ രക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെയും ഹൃദയവാഞ്ച. അദ്ദേഹം പറയുന്നുണ്ട്, അവർ എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ ശാപഗ്രസ്തനാകാനും തയ്യാറാണ് എന്ന് അദ്ദേഹം യഹൂദനോടുള്ള സീലിൽ പറയുന്നുണ്ട്. അപ്പോൾ യഹൂദൻ്റെ ഭ്രംശം, യഹൂദൻ്റെ ഏറ്റവും വലിയ പാപം എന്താണ്? യഹൂദന്മാരുടെ ചരിത്രം 4000 വർഷം പഴക്കമുള്ളതാണ്. BC 2000 ദൈവം വിഗ്രഹ ആരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ലോക ജാതികളിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിയത്തക്കവണ്ണം ഒരു ജനതയെ വാർത്തെടുത്ത് മാനവരാശിയെ മുഴുവൻ രക്ഷ ചെയ്യുവാൻ ഉദ്യമിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം ഒരു ഉഭയസമ്മതം ചെയ്തു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ കാലത്തെ ഹിത്യർ എന്ന് പറയുന്ന ജാതികൾ ആ ദേശത്ത് ധാരാളമുണ്ട്. അവരുടെ ഒരു ചടങ്ങ് ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഹിത്യരെ വേറൊരു കൂട്ടരോട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ നിൻ്റെ ട്രൈബ് എൻ്റെ ട്രൈബിനെ സഹായിക്കണം എന്നുള്ളത് കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് വരുത്താനായിട്ട് ചെയ്യുന്ന ഒരു യാഗത്തിൻ്റെ രീതിയിലാണ് ദൈവം യാഗം കഴിക്കാൻ പറഞ്ഞത്. കാരണം അബ്രഹാമിന് അത് മനസ്സിലാവും എന്താണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ചെയ്തത് ബൈലാറ്ററലായിട്ട് മൃഗങ്ങളെ പിളർക്കുകയാണ്. ഈ ഒരു സൈഡിലെ ആ പാർട്സ് തന്നെ ഈ സൈഡിലും വരികയാണ്, രണ്ടായിട്ട് പിളർക്കുന്നു, ബൈലാറ്ററൽ. അപ്പോൾ അതുപോലെ മൃഗങ്ങളെ എല്ലാം പിളർക്കുന്നു. എന്നിട്ട് ഇതിനെ രണ്ട് സൈഡിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ നടുവിലൂടെ രണ്ട് കൂട്ടരും നടക്കണം. ഒരു പാർട്ടി ഒരു പക്ഷത്തെ യാഗ വസ്തുവിലൂടെ നടന്നു കഴിഞ്ഞാൽ മറ്റേ ആൾ ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ചൊരിയപ്പെട്ട മൃഗത്തിൻ്റെ രക്തം ചൊരിഞ്ഞതുപോലെ എൻ്റെ രക്തം ചൊരിയേണ്ടി വന്നാലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും.
ഈ മൃഗം കൊല്ലപ്പെട്ടതുപോലെ കൊല്ലപ്പെടേണ്ടി വന്നാലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. ഈ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ആരെങ്കിലും മാറിയാൽ ആ മാറ്റപ്പെടുന്നവൻ ഇതുപോലെ കൊല്ലപ്പെടണം. ഒരു ശക്തമായ ഒരു തീരുമാനമാണ് ഈ യാഗത്തിലൂടെ കൊണ്ടുവരുന്ന തത്വം. അബ്രഹാമിന് അത് മനസ്സിലായി. അതുകൊണ്ട് യഹൂദന് ഇച്ചിരി ബുദ്ധിയുണ്ടല്ലോ. അബ്രഹാമിന് അതിൻ്റെ അപ്പറുടെ എല്ലാം അപ്പനാണല്ലോ. അതുകൊണ്ടായിരിക്കും ദൈവം ഒരു വഴിക്ക് നടന്നു, പക്ഷേ അബ്രഹാം നടന്നില്ല. ഈ യാഗ മൃഗത്തിൻ്റെ നടുവിലൂടെ ദൈവം നടകൊണ്ടു. നമ്മളത് പിന്നെ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അബ്രഹാം നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഉൽപ്പത്തി 15 വിവരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാം വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു വിടുക. അബ്രഹാം നടന്നില്ല. അതിൻ്റെ അർത്ഥം എന്നെ കൊണ്ട് ഇത് പറ്റില്ല ദൈവമേ. ദൈവം നടന്നു. ഞാൻ എൻ്റെ വാക്കും ഉടമ്പടിയും പാലിക്കും. ഞാൻ നിൻ്റെ സന്തതിയായ നിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെ സന്തതിയിലൂടെ എനിക്ക് വരാനിരിക്കുന്ന ജനത്തിനു വേണ്ടി നിൽക്കും. ഞാൻ ഒരു കാലത്തും അവരെ വിട്ടുകളയുകയില്ല. നിൻ്റെ വാക്കിന് മാറ്റം വരാം, പക്ഷെ എൻ്റെ വാക്കിനും എൻ്റെ വചനത്തിനും മാറ്റം വന്നുകൂടാ. അതങ്ങനെ തന്നെ ചെയ്യും. നീ എൻ്റെ സഖിയാണ്. അതാണ് അതിൻ്റെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്നു. ഇവിടെ പറയുകയാണ് അപ്പോസ്തലനായ പൗലൂസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും അല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്കു രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. നിങ്ങൾക്കറിയാമോ, യൂറോപ്പിലെ രാജ്യങ്ങൾ യേശുവിൻ്റെ കാലത്ത് അഭിവൃദ്ധിയിലുള്ള രാജ്യങ്ങളല്ല, അതിനേക്കാൾ അഭിവൃദ്ധിയുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ സുവിശേഷം പറന്നിടത്തെല്ലാം പ്രകാശം ചെന്നെത്തി, വെളിച്ചമുണ്ടായി. ജാതികൾക്ക് തലവനായിരിക്കേണ്ടതിന് ദൈവം ഇസ്രയേൽ എന്ന ജാതിയെ ആക്കി. ദൈവം ആക്കി വെച്ച പ്രഭു എന്നാണ് ഇസ്രയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മനുഷ്യരാക്കി വെച്ചതല്ല, ദൈവമാക്കി വെച്ചതാണ്. ബട്ട് അവരുടെ വിനാശം എന്താണ്? അവരുടെ വിനാശം ഏറ്റവും വലിയ പാപം പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ പാപം. നമ്മുടെയൊക്കെ ചെറിയ മനസ്സിൽ തോന്നും കൊലപാതകമായിരിക്കും ഏറ്റവും വലിയ പാപം. രണ്ടാമത്തേത് വ്യഭിചാരമായിരിക്കാം, അടുത്തത് മോഷണമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില റാങ്കിങ്ങിൽ നമ്മൾ 1, 2, 3 എന്നൊക്കെ പാപത്തിൻ്റെ ലിസ്റ്റ് കൊടുക്കുമെങ്കിൽ ദൈവം ഒന്നാമതായി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഉദാഹരണം, തർസോസുകാരനായ ശൗൽ ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്നു. കുതിരപ്പുറത്താണ് യാത്ര. വിദ്യാസമ്പന്നൻ, ധനാഢ്യൻ, അധികാരമുള്ളവൻ. അന്നത്തെ സന്നിധിൻ സംഘത്തിൽ നിന്ന് അധികാരമുണ്ട് ക്രിസ്ത്യാനികളെ എല്ലാം കൊന്നുകളയാൻ, അല്ലെ പിടിച്ച് ജയിലിലാക്കാൻ. ഈ അധികാരത്തോടും സമ്പന്നനായ ഈ മനുഷ്യൻ, വിദ്യാസമ്പന്നനായ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ സൂര്യനെ കവിഞ്ഞ പ്രഭയിൽ ക്രിസ്തയേശുവിന് പ്രത്യക്ഷനായി. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഇവൻ യേശുവിനെ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ യേശുവിനെതിരായി അവൻ പ്രവർത്തിച്ചു? തന്നെ ഫോളോ ചെയ്യുന്നവർക്കെതിരെ, തൻ്റെ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിനോടും ദൈവിക പ്രവൃത്തിയോടും എതിരെ നിൽക്കുന്ന പ്രക്രിയയാകയാൽ യേശു അതിൽ ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അവണ്ണം ക്രിസ്തയേശുവിനും അവൻ്റെ സഭയ്ക്കും എതിരായി സഭാചരിത്രത്തിൻ്റെ ആരംഭം മുതൽ നിന്ന ഗ്രൂപ്പാണ് ഇസ്രായേൽ ജനം. യേശുവിനെ കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, സുവിശേഷം എവിടെയൊക്കെ വ്യാപിപ്പിക്കുവാൻ
അപ്പോസ്തലന്മാർ മുന്നോട്ടിറങ്ങിയോ അവിടെ എല്ലാം കടന്നു ചെന്ന് ക്രിസ്ത്യാനിത്വത്തിനെതിരായിട്ട് പ്രവർത്തിച്ച കൂട്ടരാണ് യഹൂദൻ. അതുകൊണ്ട് ദൈവം അവരെ എന്താ ചെയ്തിരുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത്. അവർ ഇടറി. അവർക്ക് ആ മശിഹായെ സ്വീകരിക്കാൻ വയ്യ. ഒരു തച്ചൻ്റെ മകനായി നസറേത്തിൽ വളർന്ന യേശുവിനെ അവരുടെ മശിഹയായി സ്വീകരിപ്പാൻ അവർ കഴിയില്ല. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി അവർ ഹോസന്ന പാടി. ഹോസന്ന പാടേണ്ടത് മശിഹായിക്കാണ്. പക്ഷേ ഒരു കഴുതക്കുട്ടി പുറത്തല്ല മശിഹ വരേണ്ടതെന്ന് അവർ ചിന്തിച്ചു. ഒരു രാജാവ് യാത്ര ചെയ്യുന്നത് ഒരു വൈറ്റ് സ്റ്റാലിയൻ, ഒരു വെള്ളക്കുതിരയിലായിരിക്കും. അങ്ങനെ ഒരു കുതിരപ്പുറത്തല്ല യേശു യെരൂശലേമിലേക്ക് വന്നത്. പാവപ്പെട്ടവരുടെ സ്നേഹിതനായിട്ട് യേശു വന്നു. ഒരു രാജകുടുംബത്തിൽ നിന്നല്ല യേശു വന്നത്. അവർക്ക് അംഗീകരിപ്പാൻ പ്രയാസം. അവർ അന്ന് കൊടുത്തിരുന്ന പല നിയമങ്ങളെയും യേശു വ്യത്യാസപ്പെടുത്തുകയാണ്, അല്പമായിട്ടാണെങ്കിലും. ന്യായപ്രമാണം മുഴുവൻ ഔവണ്ണം പ്രമാണിച്ച ഏക വ്യക്തി ലോകത്തിലുള്ളത് മോശയല്ല, അത് ക്രിസ്തേശുവാണ്. ന്യായപ്രമാണത്തിൻ്റെ ഒരു പുള്ളിക്കോ വള്ളിക്കോ മാറ്റം വരാതെ അതിനെ അവണ്ണം നിറവേറ്റിയവനാണ് യേശു ക്രിസ്തു. ആ ന്യായപ്രമാണത്തെ കൊടുത്തവൻ പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്. വചനത്തെ കൊടുത്തവൻ വ്യക്തിപരമായി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു. ശത്രുവിനെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള പ്രമാണമുണ്ട്. എന്നാൽ യേശു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊന്നും യഹൂദൻ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ എങ്ങനെയും നശിപ്പിക്കുക തന്നെ ചെയ്യും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഈ നിയമാവലി. എന്നാൽ യേശു എന്ത് പറഞ്ഞു? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതുകൊണ്ടാണ് തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിട്ട് യേശു ഇവണ്ണം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ അവർക്ക് യേശുവിനെ വേണ്ട. യേശു പറഞ്ഞു, അവരെ കാക്കാൻ അവരെ പാലിക്കുവാനൊക്കെ ദൈവം കർത്താവിന് താല്പര്യമുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, എന്നാൽ അവരുടെ ഇടർച്ച ജാതികളുടെ രക്ഷയ്ക്ക് ഹേതുവായി മാറി. ജാതികളെന്ന് പറഞ്ഞ് യഹൂദനല്ലാത്ത എല്ലാവരെയും ജാതികളെന്നാണ്. ഞാനൊരിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനി അല്ലാത്തവരെ ഉദ്ദേശിച്ച് ജാതി എന്നൊരു പദപ്രയോഗം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ഹിന്ദുവാണ്. അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഞങ്ങളെല്ലാം ജാതികളാണോ എന്ന് വളരെ ദുഃഖത്തോടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളല്ല, രക്ഷിക്കപ്പെടാത്ത എല്ലാ നസറാണിയും ജാതിയാണ്. വിശുദ്ധ ജാതിയാകണമെങ്കിൽ വിശുദ്ധനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഇടർച്ച ജാതികളുടെ രക്ഷയ്ക്ക് ഹേതുവായി. തെസ്സലോനിക്കയിലൊക്കെ പൗലോസ് സുവിശേഷം അറിയിക്കുവാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യഹൂദന്മാർ അവിടുത്തെ ഗ്രീക്കുകാരെ കൂടെ ഒക്കെ ഇളക്കി. ഈ ക്രിസ്ത്യാനിറ്റി പ്രസ്താവിക്കുന്ന അല്ലെ ക്രിസ്തുവിൻ്റെ ദൗത്യം അറിയിക്കുന്നതിൽ നിന്ന് അവനെതിരായിട്ട് നിൽക്കാനായിട്ട്, പൗലോസിനെതിരായി നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരെതിര് നിന്നെന്ന് മാത്രമല്ല, അവർ റോമാ ഗവൺമെൻറ്റിനെ കൂടെ ഇളക്കി യഹൂദന്മാരെ ക്രിസ്ത്യാനികൾക്ക് എത്ര ഉപദ്രവം വരുത്താൻ സാധിക്കും എന്നുള്ളത് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല. അപ്പോൾ അവിടെ പറയുന്നത് ജാതീയമായ തിരസ്കരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വ്യക്തിപരമല്ല. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ 12 പേരും യഹൂദന്മാരല്ലേ? യേശു യഹൂദനല്ലേ? ആ 70 അറിയിപ്പുകാർ യഹൂദന്മാരല്ലേ? ആദ്യമായിട്ട് രക്ഷയിലേക്ക് വന്ന 3000 യഹൂദന്മാർ അല്ലേ ആദ്യത്തെ ക്രിസ്ത്യാനികൾ? പിന്നീട് 5000 ആയപ്പോൾ അവരെല്ലാം യഹൂദന്മാരല്ലേ? നിശ്ചയമായിട്ടാണ്. അതൊരു വ്യക്തിപരമായ തീരുമാനമാണ്. അന്നത്തെ ചില ആളുകൾ വ്യക്തിപരമായി എടുത്ത തീരുമാനമാണ്. എന്നാൽ രാജ്യമായിട്ട് ഇസ്രയേൽ ജാതി മുഴുവനായിട്ട് എടുത്ത തീരുമാനം, ഞങ്ങൾക്ക് സീസർ അല്ലാതൊരു രാജാവില്ല, ഇവനെ ക്രൂശിക്കുക. ജാതീയമായ തിരസ്കരണത്തെയാണ് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജാതീയമായും രാജ്യപരമായും യഹൂദൻ യേശുവിനെ തിരസ്കരിച്ചു. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനമായി. അവർ ലംഘനം ചെയ്ത് യേശുവിനെ തിരസ്കരിച്ചതുകൊണ്ട്
ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് പോകുവാനുള്ള പ്രേരണ അപ്പോസ്തലനായ പൗലോസിന് ലഭിക്കുന്നു. ആദ്യകാലങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രവർത്തിക്കാൻ അപ്പോസ്തലന്മാർക്ക് തോന്നിയത്, അല്ലാതെ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നല്ല. യേശു മശിഹയായിട്ട് വരുമ്പോൾ അവനെ സ്വീകരിച്ചിരുന്നെങ്കിൽ യഹൂദജാതി അവനെ സ്വീകരിക്കുകയും രാജാവായിരുന്നു കൊണ്ട് യഹൂദ റോമിനെയൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചത്. എന്നാൽ യേശുവിൻ്റെ ദൗത്യവും ദൈവം പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ച മർമ്മവും ലോകത്തിലെ സകല ജാതികളുടെയും രക്ഷയാണ്, യഹൂദൻ്റെ മാത്രമല്ല. അതിനൊരു ഉപകരണമായി തീരേണ്ടതിന് യഹൂദനെ തിരഞ്ഞെടുത്തുവെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. പ്രൈസ് ദി ലോർഡ്. ഈ നെഥന്യാഹു ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ലഭിക്കേണ്ടതിനായിട്ട് അദ്ദേഹം പറയും ജൂഡിയോ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ ചരിത്രം പഠിക്കുമ്പോഴും പറയുന്നത് നമ്മുടെ ഭരണഘടന ജൂഡിയോ ക്രിസ്ത്യൻ വാല്യൂസിൽ അധിഷ്ഠിതമാണ് എന്ന്. ജൂഡിയോ ഇസ്ലാമിക് എന്നോ മറ്റൊരു പദപ്രയോഗം ഉപയോഗിക്കാറില്ല. ജൂഡിയോ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനപരമായി എടുത്തിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളിൽ നിന്നും കോട്ട് ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈബിളിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബൈബിളിനെ ഉയർത്തി കാണിക്കുകയും കറൻസി ഉണ്ടാക്കിയപ്പോൾ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യുവാൻ മടിക്കാത്ത ഏക രാജ്യം ലോകത്തിലുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. ഈ അമേരിക്ക ജുഡിയോ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിൽ നിൽക്കുന്നു. അതിനെയൊക്കെ നെഥന്യാഹു മാത്രമല്ല ഇസ്രായേലരൊക്കെ കാണുന്നുണ്ടെങ്കിലും ജാതീയമായും രാഷ്ട്രീയമായും യേശുവിനെ അംഗീകരിപ്പാൻ അവർക്ക് മനസ്സില്ല. എന്നാൽ ഇവിടെ പടം തുടർന്ന് വരികയാണ്. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് 14 വാക്യത്തിൽ 13, ജാതികളുടെ അപ്പോസ്തലനായിരിക്കുക എന്ന് പറഞ്ഞാൽ ജാതികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ചത് പൗലോസാണ്. ഞാൻ എൻ്റെ സ്വന്തം ജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസൂയ ഉണ്ടാക്കുക എന്നാണ്. എങ്ങനെയെങ്കിലും ജാതികളിൽ നിന്ന് വന്നവരുടെ ആത്മീയ ശൗര്യവും എരിവും കണ്ട് ഏകദൈവത്തെ മാനിക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്ന ജാതികളെ കാണുമ്പോൾ ഇവർക്കൊരു അസൂയ പറഞ്ഞു. എടാ, ഇത് ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തെ ഇവർ സ്വീകരിക്കുന്നു, അവർ വളരെയധികം ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവരായി നിൽക്കുന്നു. ഈ എരിവ് കണ്ട് അവർക്ക് എന്തുണ്ടാകണം? അസൂയ ഉണ്ടാകണം. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ അസൂയ. അങ്ങനെ അസൂയ തോന്നിയെങ്കിലും അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അതാ പൗലോസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ക്രിസ്ത്യാനികൾ യഹൂദന്മാരിൽ നിന്ന് വന്നാലും ജാതികളിൽ നിന്ന് വന്നാലും തീഷ്ണതയോടുകൂടെ എരിവോടുകൂടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. എന്നാൽ ഇവിടെ ഒടുവിൽ 15 വാക്യത്തിൽ പറയുന്നു, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനെന്നല്ലാതെ എന്ത് പറയണമെന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. മരിച്ച അവസ്ഥ ഇതിനെ 2 രീതിയിലെടുക്കാം. ഒന്ന്, വിശ്വാസി ടെമ്പററി ആയിട്ട് മരിക്കുന്നതിനെ മരണമെന്നെടുത്തു. എന്നാൽ ഇസ്രയേൽ മരിച്ചു. അവരുടെ മരണം എപ്പം നടന്നു? യേശുവിനെ തിരസ്കരിച്ച് ഒരു തലമുറ കഴിയുന്നതിന് മുമ്പ് AD 70 റോമൻ ഗവർണർ ടൈറ്റസ് യെരുശലേമിലേക്ക് കടന്നു വന്നു. അതിനെ നിരോധിച്ചു. അനേകരെ കൊന്നു, അനേകരെ ക്രൂശിച്ചു. ഏതാണ്ട് 3000-ഓളം പേരെ ക്രൂശിൽ കൊന്നു. ബാക്കിയുള്ളവരെ അല്ലാതെ കൊന്നു. അനേകർ കൊല്ലപ്പെട്ടു. അനേകരെ അടിമകളായി അടിമച്ചന്തകളിൽ നിർത്തി. ഒടുവിൽ അടിമകളുടെ ആധിക്യം കൊണ്ട് അവരെ വാങ്ങാൻ ആളില്ലെന്നുള്ള നിലയിൽ വരെ ആയിത്തീർന്നു. അടിമകളെ വാങ്ങാൻ ഇസ്രായേലരായ യൗവനക്കാരെ അടിമകളായി വാങ്ങാൻ ആരുമില്ല മിഡിൽ ഈസ്റ്റിലന്ന്. ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നു. ഹല്ലേലൂയ. അവരുടെ രക്തം കുതിരയുടെ ആ കടിനാളത്തോളം എന്നുള്ളൊരു പദപ്രയോഗം അവിടെ പറയുന്നുണ്ട്. ഉയർന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രക്തപ്പുഴയായി മാറി ഇസ്രായേലും, പ്രത്യേകിച്ച് യെരുശലേമും. യേശുവിനെ തിരസ്കരിച്ചതിൻ്റെ ഫലം അവർ അനുഭവിച്ചു. അവർ തിരസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയാണ്. AD 70 ഒരു രാജ്യമില്ലാതായി. അത് ഒരു യഹൂദ രാജ്യമുണ്ട് ഇസ്രായേലിലെങ്കിലും.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്തു പറ്റി? അവർ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് ചിതറപ്പെട്ടു. ഇന്ത്യയിലും വന്ന ആ കാലത്ത് കുറേ പേര് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും പോയി. അവർ പോകാത്ത ഇടമില്ല, ചിതറപ്പെട്ടു. എന്നാൽ ദൈവം പറയുകയാണ്, എനിക്കൊരു കവനൻ്റ് ഉണ്ട്. എസെക്കിയേൽ പ്രവാചകൻ, ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, എടുക്കണ്ട. അവിടെ പറയുകയാണ്, പ്രവാചകനോട് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകനായ എസെക്കിയേലേ, നീ എന്ത് കാണുന്നു? അപ്പോൾ എസെക്കിയേലിൻ്റെ പ്രസ്താവന, ഞാൻ കുറേയേറെ ഉണങ്ങിയ അസംഖ്യമായ അസ്ഥികളെ കാണുന്നു. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇവൻ ബുദ്ധിയുള്ളവനായ യഹൂദന്. അവൻ പറയാണ്, ദൈവമേ നീ അറിയുന്നു. ഇവനോ യെസ്സോ നോയോ പറഞ്ഞ അബദ്ധം വരുത്തരുതല്ലോ എന്ന് വിചാരിച്ചായിരിക്കണം ബുദ്ധിമാനായ ഇവൻ പറയുകയാണ്, കർത്താവേ നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറയുകയാണ്, കാറ്റേ നീ അസ്ഥികളുടെ മേൽ ഊതുക, വീശുക. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിയെ കാണിക്കുന്നത് വരണ്ട, രാഷ്ട്രമില്ലാത്ത, ആത്മീയമായി അധപ്പതിച്ച, രാഷ്ട്രമില്ലാത്ത, സാമൂഹ്യമായി തകർന്ന യഹൂദജാതിയെ കാണിക്കുക. അപ്പോൾ പറയുകയാണ്, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ അസ്ഥികളുടെ മേൽ വരുമ്പോൾ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഈ അസ്ഥികളെല്ലാം കൂടെ കൂടിച്ചേർന്നു. വീണ്ടും ദൈവം കാറ്റടിപ്പിക്കുമ്പോൾ, അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവയ്ക്ക് മാംസം വരുന്നു, അവയ്ക്ക് നാഡി നരമ്പുകൾ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്താൽ അവർ ഒരു സേനയായി എഴുന്നേൽക്ക് നിൽക്കുകയാണ്, ധൈര്യത്തോടുകൂടെ, ധീരതയോടുകൂടെ, ശക്തിയോടുകൂടെ. അതാണ് എസെക്കിയേൽ പ്രവചനത്തിൽ നാം കാണുന്നത്. അപ്പോൾ യഹൂദജാതി തകർന്നു പോയാലും അവർക്കൊരു ഭാവിയുണ്ട് എന്ന് ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. അസ്ഥി താഴ്വരയെ കാണിച്ചുകൊണ്ട് പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് അവിടെ കാണുന്നുണ്ട്, 37-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്, എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലം അവരുടെ ഇടയിൽ നടുവിലിരിക്കും. ഹല്ലേലൂയ. നമ്മളത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, യഹോവയുടെ ആലയം അവരുടെ മധ്യേ വസിക്കും, എന്ന് നിത്യമായി വസിക്കും. അത് സഭയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. എന്നാൽ എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നതിന് വ്യത്യാസമില്ല. അതിൻ്റെ അർത്ഥം എന്താ? യഹൂദജാതി മുഴുവൻ റീബോൺ ആകേണ്ട ഒരു സമയം ആസന്നമായിരിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് എന്താണ് ചെയ്തത്? 2 കൊരിന്തി 5:18-19 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 2 Corinthians chapter 5 verse 18 and 19. അവിടെ നമ്മൾ കാണുന്നത്, പാപമില്ലാത്തവനെ പാപമാക്കി, പാപമില്ലാത്തവനായ ദൈവപുത്രൻ, മനുഷ്യപുത്രനായ ദൈവപുത്രൻ പാപമാക്കപ്പെട്ടു. എന്തിന്? ജാതികൾക്ക് ജീവൻ അതുമൂലം ലഭിച്ചു എന്നാണ് 2 Corinthians പറയുന്നത്. പാപമില്ലാത്തവനിൽ പാപമാക്കപ്പെടുകയും നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി ക്രിസ്തയേശു യാഗമായി തീരുകയും ചെയ്തതിലൂടെ അതിലെ അംഗീകരിക്കുന്ന ജാതി, മത, രാഷ്ട്ര വ്യത്യാസമില്ല ഏത് വ്യക്തിക്കും നിത്യജീവങ്കിലേക്ക് കടന്നു വരുവാൻ ദൈവം മാർഗദർശനം നൽകി. ഇതാണ് ക്രിസ്തുവിൻ്റെ അവതാരത്തിലൂടെയും മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും സാധിച്ച വലിയ കാര്യം. അങ്ങനെയുള്ളവരുടെ നടുവിൽ ഞാൻ വസിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് 21. അതുപോലെ എസെക്കിയേൽ പ്രവചനം 37 അതാ പറയുന്നത്, ഈ യഹൂദനൊരു മാറ്റമുണ്ടാകും. ഇവർക്ക് ഭൗമികമായ ജീവൻ ഇന്ന് ലഭിച്ചു. അതെന്ന് അവർക്ക് ലഭിച്ചു? 1948. AD 70 മുതൽ 948 വരെ രാഷ്ട്രമില്ലാതെ ഇരുന്ന അവർക്ക്, ജീവനില്ലാതെ ഇരുന്ന അവർക്ക് ജീവൻ പ്രാപിച്ചു, ഒരു രാഷ്ട്രമായി അവർ മാറി. ഹല്ലേലൂയ. നമ്മൾ ഈ ലാസറും പിതാവ് അബ്രഹാം പിതാവും തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ലാസറസ് ഒരു യഹൂദനാണ്. അദ്ദേഹം അബ്രഹാം പിതാവിനോട് പറയുകയാണ്, അബ്രഹാം പിതാവേ, ലാസറസ് അല്ല, ലാസറസ് ധനികനായ മനുഷ്യൻ, അവന് ദൈവത്തിന് വേണ്ടി ജീവിച്ചവനല്ല.
അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, അബ്രഹാം പിതാവേ, എന്നെ ഈ ലാസറിനെ ഒന്ന് അയക്കാമോ? ഈ ലാസറിനെ എൻ്റെ സഹോദരന്മാർക്കൊക്കെ പരിചയമുണ്ട്. അവരൊന്നും ഈ നരകത്തിൽ വരരുത്, ഞാൻ കിടക്കുന്ന യാതനാ സ്ഥലത്ത് വരാൻ പാടില്ല. അപ്പോൾ ഈ ലാസർ പോയി പറയുകയാണ്, നിൻ്റെ ചേട്ടനെ, നിൻ്റെ സഹോദരനെ ഞാൻ കണ്ടു, അവൻ യാതനാ സ്ഥലത്ത് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു പക്ഷേ മാനസാന്തരപ്പെടുമായിരിക്കും. അവിടെ അബ്രഹാം പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്. അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ ഈ ദരിദ്രനായിരുന്ന ഈ ലാസർ എന്ന് പറഞ്ഞാലും അവർ കോണപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തോന്നും അവിടെ ആ സമയത്ത് യേശുവിൻ്റെ കാലത്താണല്ലോ ഈ കഥ പറയുന്നത്. അപ്പോൾ അബ്രഹാം പിതാവിനോട് ലാസർ സംസാരിക്കുന്ന സമയത്ത് മോശ ഇവിടെ ഉണ്ടോ? ഇല്ല. മോശയും പ്രവാചകന്മാരും ഏലിയ മുതലായിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ മോശ എഴുതിയ പുസ്തകങ്ങളാണ് ആദ്യത്തെ പഞ്ചൈക പുസ്തകങ്ങൾ, തൗറാത്ത് എന്ന് പറയും. അതുപോലെ പ്രവാചകന്മാരെഴുതിയ പുസ്തകങ്ങൾ, ശൗമേൽ തുടങ്ങിയുള്ള മലാഖി വരെയുള്ള പ്രവാചകന്മാരെഴുതിയ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ രക്ഷയ്ക്ക് നിദാനമായ മെസ്സിയായെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് അനുഷ്ഠിക്കാത്തവർ, അത് കേട്ട് പ്രമാണിക്കാത്തവർ, മരിച്ചവരിൽ നീവി എന്ന് പറഞ്ഞാലും അല്ല ലാസർ പോയി പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ വചനത്തിൽ നാം ശ്രദ്ധിക്കുകയും വചനം അനുസരിക്കുകയും ചെയ്യണം എന്നുള്ള യാഥാർത്ഥ്യത്തെ അവിടെ ആ കഥയിലൂടെ കർത്താവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭാഗികമായ ഇവരുടെ ഉത്ഥാനത്തിൻ്റെ നിവൃത്തി 1948 ഒരു രാഷ്ട്രമായതിലൂടെ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവർക്ക് ആത്മീയമായ ഒരു ഉദ്ധാരണം വരണം, ആത്മീയമായി ഇവർ ജീവിക്കണം. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ ഇതുവരെ അവർ വളർന്നിട്ടില്ല. ഭൗമികമായ ഉണർച്ച മാത്രമേ അവർക്കുണ്ടായിട്ടുള്ളൂ. റോമാലേഖനം 10-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനത് സമയക്കുറവിനാൽ വായിക്കുന്നില്ല, അതിൻ്റെ സബ്സ്റ്റൻസ് ഇതാണ്: അവർ ഇന്നും അവരുടെ സ്വന്തം നീതിയിൽ നിലനിൽക്കുന്നു. സ്വന്തം നീതിയാൽ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു വ്യക്തിക്ക് നീതീകരണം പ്രാപിക്കണമെങ്കിൽ ക്രൂശിതനായ യേശു ചെയ്തെടുത്ത നീതിയിലൂടെ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കൂ. ഈ യാഥാർത്ഥ്യത്തെ യഹൂദൻ ഇന്നും കൈക്കൊണ്ടിട്ടില്ല. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് അവൻ രക്ഷിതാവാണ് കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. ആ അവസ്ഥയിലേക്ക് ഇന്ന് വരെ ഇസ്രായേൽ ജനം കടന്നു വന്നിട്ടില്ല. ആ അവസ്ഥയിലേക്ക് വരുന്ന ഒരു സുദിനം ഭാവിയിൽ നടക്കാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആ ലാസറിനോട് പറയുന്ന അതിൽ നിന്ന്, അല്ലെങ്കിൽ ധനവാനോട് പറയുന്ന അബ്രഹാം പിതാവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ വചനം വൃഥാവെടുക്കരുത്, നിസ്സാരമായിട്ടെടുക്കരുത്. ദൈവവചനത്തെ വളരെ വിശപ്പുള്ള വ്യക്തി ഭക്ഷണം കഴിക്കുന്നത് പോലെ, വളരെ ദാഹമുള്ള ഒരു വ്യക്തി പാനം ചെയ്യുന്നത് പോലെ പാനം നമ്മൾ കൈക്കൊള്ളണം എന്നുള്ളതാണ്, അതിനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ഗോഡ്, ബട്ട് ഗോഡ് ഈസ് നോട്ട് ഫോർഗോട്ടൺ ഇസ്രായേൽ. ഞാൻ പറയട്ടെ, റിലീജിയസ് ആയിട്ടുള്ള യഹൂദന്മാർ 13% ഉള്ളൂ. ഇപ്പോൾ 1% അല്ലെങ്കിൽ 2% വ്യത്യാസം വന്ന് കാണും. എന്നാൽ ഒരു 10 കൊല്ലത്തിന് മുമ്പ് വരെ ഇസ്രായേലിലുള്ള യഹൂദന്മാരിൽ 13% മാത്രമേ ആളുകൾ മതപരമായ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മാറ്റം അല്പമായിട്ട് വന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ മറക്കാം, എന്നാൽ ദൈവം അവരെ മറക്കുന്നില്ല. ഈ യാഗം കഴിക്കുമ്പോഴും അതിൻ്റെ നടുവേ കൂടെ നടന്നു പോയതാരാ? ദൈവമാ. ഞാൻ നിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കപ്പെട്ട യാഗ മൃഗത്തിൻ്റെ മധ്യത്തിലൂടെ നടന്നുകൊണ്ടത്, ഞാൻ അബ്രഹാമേ, നിനക്കും നിൻ്റെ സന്തതിക്കും വേണ്ടി ഞാൻ നിൽക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്ന ദൈവത്തെ അവർ മറന്നാലും ദൈവം അവരെ മറക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളെ സൺഡേയിലൊക്കെ ആരാധനയ്ക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞാലും വേണ്ട രീതി ദൈവത്തെ നാം സ്മരിക്കുന്നവരാണോ? ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന ഉറപ്പുള്ളവരാണോ? അങ്ങനെയുള്ള തീരുമാനം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ന ചർച്ചിലെ മെമ്പറാണ്, ഇന്ന പള്ളിയിൽ പോകുന്നവരാണ്, ഇന്നാരാണ് ഞങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മൾ ഹൃദയംഗമായി യേശുവിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകുവാൻ തക്കവണ്ണം നമ്മിൽ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി യാഗമായി തീരുകയും ചെയ്തവനെ വേണ്ടി നാം നിലനിൽക്കണം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദൻ ദൈവമൊരുക്കിയ ആ മെസ്സിഹായെ തിരസ്കരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാലഘട്ടത്തിലും ചില യഹൂദന്മാർ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴും ഇസ്രായേലിൽ ഒരു കൂട്ടം ആളുകൾ മിസ്സിയാനിക് ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനെ മശിഹായി സ്വീകരിച്ചുകൊണ്ടൊരു ചെറിയ ഗ്രൂപ്പുണ്ട്. എന്നാൽ രാഷ്ട്രീയമായിട്ടും ജാതീയമായിട്ടും അവർ വന്നിട്ടില്ല എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കാര്യങ്ങൾ അനധിവിദൂര ഭാവിയിൽ നടക്കപ്പെടും. God will not forget his promise, though men forget his promises. അപ്പോൾ ദൈവം ഇസ്രയേലിനെ ഓർക്കുന്നത് കൊണ്ടും അവരുടെ പിതാവിനോട് ചെയ്ത വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ടുമാണ് ഇസ്രയേലിന് വേണ്ടി നിൽക്കുന്നത്. അല്ലെ ഈ ഹമാസ് തന്നെ വേണ്ട ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ. ഹിസ്ബുള്ള മതി ഇസ്രയേലിനെ നശിപ്പിക്കാൻ. ഇറാൻ മാത്രം മതി ഇസ്രയേലിനെ നശിപ്പിക്കാൻ. എന്നാൽ ഇവരാരും വിചാരിച്ചാലും നശിപ്പിക്കപ്പെടാതെ ഈ ജാതി കിടക്കുന്നതിൻ്റെ അർത്ഥം ദൈവം അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, അല്ലെങ്കിൽ ഇതൊക്കെ കൊള്ളാവുന്ന കാര്യമാണോ ഇവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ ദൈവം നമ്മളത്ര കൊള്ളാവുന്നവരാണോ? എന്നിട്ട് ദൈവം നമ്മളെ കാക്കുന്നില്ലേ? എന്ന് പറഞ്ഞതുപോലെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണവർ. അവരിലൂടെയാണല്ലോ മശിഹാ ജനിച്ചത്. ഏറ്റവും നല്ല ദൈവഭക്തരായി ജീവിച്ചിരുന്ന ദൈവത്തെ ഈ യഹൂദന്മാരെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ശുഷ്കാന്തിയുള്ളവരാണ് ദൈവത്തിന് വേണ്ടി, ശരിയായ രീതിയിലല്ലെങ്കിലും എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുന്ന ഒരു കൂട്ടരാണ് ഹിന്ദുക്കൾ. എന്നാൽ അവിടുന്ന് യേശു ജനിച്ചില്ലല്ലോ. യേശു യഹൂദനിൽ നിന്ന് ജനിക്കാൻ കാരണം അബ്രഹാമിനോട് ചെയ്ത നിയമമാണ്, നിന്നാൽ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിയർ കണ്ടുപിടിച്ച അനേക കണ്ടുപിടുത്തങ്ങളുണ്ട് ലോക ചരിത്രത്തിൽ. ആ കണ്ടുപിടുത്തങ്ങളെല്ലാം യഹൂദന്മാർ മാത്രമേ എൻജോയ് ചെയ്യുന്നുള്ളൂ? ഒരിക്കലുമല്ല. അവർ കണ്ടുപിടിച്ച വാക്സിൻ, അവർ കണ്ടുപിടിച്ച മെഡിസിൻ, അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അവർ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, അതെല്ലാം ലോകത്തിലെ സകല ജാതികളും എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അവരിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുന്നു. ആ രീതിയിൽ അവണ്ണം തന്നെ ഏറ്റവും പരമപ്രധാനമായ കാര്യം കർത്താവായ ക്രിസ്തേശു അവരിൽ നിന്ന് ജനിച്ചു. ആ ക്രിസ്തുവിലൂടെ ലോകത്തിലെ സകല ജാതികളും രക്ഷിക്കപ്പെടണം, ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരമപ്രധാനമായ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദന്മാർക്ക് ആത്മീയമായ ബ്ലൈൻഡ്നെസ് ഇന്നുണ്ട്. ആത്മീയമായി അവർ കാണേണ്ട പോലെ കാണുന്നില്ല. എന്നാൽ പൗലോസ് ഇവിടെ ചോദിക്കുകയാണ്, അവരുടെ ഈ അന്ധത നിത്യമായ അന്ധതയാണോ? എന്നിട്ട് പൗലോസ് തന്നെ അവിടെ പറയുന്നുണ്ട് അല്ല എന്ന് മറുപടി പിന്നീട് ആ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം 19 യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ പീലാത്തോസിന് താല്പര്യം ഉണ്ടായിരുന്നു യേശുവിനെ അങ്ങ് റിലീസ് ചെയ്യാൻ. അടുപ്പിച്ച് ഞാൻ വിട്ടയക്കും എന്ന് പറയുമ്പോൾ അവരെ എന്താ പറയുന്നത്? അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിക്കുക. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? പീലാത്തോസ് ചോദിക്കുന്നു. അപ്പോഴും പീലാത്തോസിൻ്റെ ഉള്ളിലെ താല്പര്യം യേശുവിനെ വിട്ടയക്കണമെന്നാണ്. അവർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല, അവനെ ക്രൂശിക്കുക എന്ന് ആർത്തട്ടഹസിച്ച് പറഞ്ഞു. അതിൻ്റെ ശിക്ഷയായി ഏതാണ്ട് 2000-ഓളം വർഷം AD 70 മുതൽ 1948 വരെ ഒരു രാഷ്ട്രമില്ലാതെ അവർ കഴിയേണ്ടി വന്നു. എന്നാൽ ദൈവത്തിന് അബ്രഹാമിനോടുള്ള ആ വാഗ്ദത്തം, ഞാൻ നിനക്ക് വേണ്ടിയുണ്ട്, നിൻ്റെ സന്താനത്തോടു കൂടി ഞാൻ ഇരിക്കും എന്നുള്ള ആ വാക്കിനാൽ ആ വാഗ്ദത്തം കീപ്പ് ചെയ്തുകൊണ്ട് ദൈവം ഇന്നും യഹൂദന് സംരക്ഷണം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രോഗ്രാം ദൈവം ക്യാൻസൽ ചെയ്തിട്ടില്ല.
നിന്നാൽ ഭൂമിയിലെ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം ചെയ്ത വാഗ്ദത്തം പോലെ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ന് പരന്നു കൊടുക്കിരിക്കുക. ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് 2000 കൊല്ലം മുമ്പ് ഉണ്ടായ ഒന്നാണ് യഹൂദമതം. എന്നാൽ യഹൂദമതം കേരളത്തോളം വലിപ്പം ഇല്ലാത്ത ഒരു ചെറിയ രാജ്യത്ത് മാത്രം നിലകൊള്ളുന്നു. അല്ലെ, കേരളത്തിൻ്റെ 1/3 ജനസംഖ്യയുള്ള ഒരു കൂട്ടത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ യഹൂദൻ ലജ്ജിക്കണം അത് അവർ കാണുമ്പോൾ. അവരിൽ ഒരുവനായ ക്രിസ്തേശുവിലൂടെ ലോകത്തിലെ 1/3 ജനം ഓൾറെഡി 1/3 ഏതാണ്ട് 1/3 കൂടുതലുണ്ട്. ഏതാണ്ട് 3 ബില്യണോളം ആളുകൾ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുണ്ട്. 2 ബില്യണിലും കൂടുതൽ ആളുകളുണ്ട്. അത്രയും പേര് ക്രിസ്ത്യൻസാണ്. യഹൂദന്മാരെന്തോ ഉണ്ട്, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവരെ ലജ്ജിപ്പിക്കേണ്ടതിന് ജാതികൾക്ക് ദൈവം രക്ഷ നൽകി. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ യഹൂദൻ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്താൽ അവൻ ഒരു കാലത്ത് മനസ്സിലാകും ഈ മെസ്സിഹയാണ്, യേശു തന്നെയാണ് മെസ്സിഹ എന്ന് ഗ്രഹിപ്പാൻ ഇടയാകും. യേശു അവരെ സ്നേഹിച്ചിരുന്നോ ഇല്ലയോ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ, 37 തൊട്ടുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കാക്കുന്നത് പോലെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ അതിന് മനസ്സല്ല. അതുകൊണ്ട് കർത്താവ് പറയാണ് 118-ാം സങ്കീർത്തനം 26-ാം വാക്യം യേശു ക്രിസ്തു കോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇനിയില്ല. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങളുടെ നാക്കുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് പറയണം. ആ സമയത്ത് ഞാൻ വരും. ഇത് സഹസ്രാബ്ദത്തെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സങ്കീർത്തനത്തിലെ കൂടെ വായിച്ചു, ഞാനൊരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു, ഈ രാജാവ് ഈ ലോകത്തെ അടക്കി ഭരിക്കും. അപ്പോഴവിടുത്തെ സഭ അവനോടുകൂടെ സിംഹാസനത്തിൽ രാജ്ഞിയായി വാഴും. ഞാനും നിങ്ങളും യേശുവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും. എന്നാൽ അവിടുത്തെ നടത്തിപ്പുകാരായിരിക്കും എന്നറിയാമോ? മെയിനായിട്ടുള്ളവർ യഹൂദന്മാരായിരിക്കും. അവർക്ക് മാനസാന്തരം ഉണ്ടാകും. സഹസ്രാബ്ദത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. യെശയ്യാപ്രവചനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കുന്നുണ്ട് നമ്മൾ, സഹസ്രാബ്ദത്തിലെ ജീവിതത്തെക്കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിൽ കണ്ടല്ലോ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് യഹൂദനാകുന്ന അസ്ഥി പഞ്ഞരം ജീവൻ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുക. നമുക്ക് അവരുടെ ചെയ്തികളൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, അവരുടെ രീതികളൊന്നും നമ്മൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജാതിയാണ് ഇവർ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ലോകത്തോട് ദൈവം വിളിച്ചു പറയുന്ന ഒരു അത്ഭുത സംഭവമാണ്. അല്ല, യഹൂദിന് സർവൈവ് ചെയ്യാനൊക്കത്തില്ല. ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. അവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ യഹൂദനെ നശിപ്പിക്കാനുള്ളതല്ലേ ഉള്ളൂ. എങ്കിലും UN വെല്ലുവിളിച്ചുകൊണ്ട്, ഇറാൻ പ്രസിഡൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അങ്ങനെയുള്ള എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേലിന് നിൽക്കാൻ കഴിയുന്നതിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഉണ്ട്. ഉണങ്ങിയ അസ്ഥി ജീവൻ പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളതുപോലെ എസെക്കിയേൽ പ്രവചനം 37 ഉണങ്ങിയ അസ്ഥിയെക്കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അവർ പൂർണ്ണമായി ജാതീയമായി രാഷ്ട്രീയമായി ദൈവത്തെ ദൈവമായി അറിയുന്നതിൽ ദിനം വരും. യേശുവാണ് അവർക്ക് വേണ്ടി ജീവൻ വെച്ച മശിഹ, ലോകരക്ഷിതാവ് ക്രിസ്തേശുവാണെന്ന് അവർക്ക് ബോധം വരുന്ന ഒരു ദിനം വരും. അതാണ് വെളിപ്പാട് പുസ്തകം 21-3 നമ്മൾ വായിക്കുന്നത്, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞ് 7 വർഷം ഈ ഭൂമിയിൽ വലിയ പീഡനമുണ്ടാകും. ദൈവത്തിൻ്റെ കോപം ഈ ലോകത്തിൻ്റെ മേൽ ചൊരിയപ്പെടും. ആ കോപത്തിൽ നിന്ന് വിടുവിപ്പാനാണ് നമുക്ക് വേണ്ടി ജീവൻ തന്ന രക്ഷിതാവ് തൻ്റെ കാന്തയായ കുറുംപ്രാവിനെ ദുഷ്ടമൃഗത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കാതെ, അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ രൂപാന്തരപ്പെട്ടവരായി ഉയർത്തെഴുന്നേറ്റവരായി തിരുസന്നിധിയിൽ ചേർക്കാൻ പോകുന്നത് 1000 ആണ്ട് വാഴ്ചത്തെ ഭരണത്തിന് മുമ്പ്.
അഥവാ അന്തിക്രിസ്തുവിൻ്റെ കാലത്തെ ദൈവകോപം ലോകത്തിൻ്റെ മേൽ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അത് സംഭവിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യഹൂദനോടും സുവിശേഷം അറിയിപ്പാൻ നമുക്കിടയാകണം. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, ലോകരക്ഷിതാവായവൻ, നിങ്ങളിൽ നിന്ന് തന്നെ ജനിച്ചു വളർന്ന ഒരു യഹൂദനായി ജീവിച്ച കർത്താവായ ക്രിസ്തേശുവാണ് നിങ്ങളുടെ ഒരു ഗുരുവായിരുന്ന മശിയ യേശു തന്നെയാണ് എന്ന് പറയാൻ അവസരം കിട്ടിയാൽ നമ്മൾ ഉപയോഗിക്കണം, സമയം ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മർമ്മം എന്താണ്? ദൈവം ഈ ലോകം ഭരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ജാതികളിൽ നിന്നൊരു സഭയെ കൂട്ടണം. അതാണ് ദൈവത്തിൻ്റെ മർമ്മം. അത് ജാതികളിൽ നിന്ന് മാത്രമല്ല, യഹൂദനിൽ നിന്നുമുണ്ട്. അപ്പോൾ ലോകത്തിലുള്ള സകല ജാതികളും ഇൻക്ലൂഡിങ് ജ്യൂസ്, അവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മശിഹായായ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ഒരു ജനസമൂഹം, സഭ, അത് ഉരുവാക്കുക എന്നുള്ളതാണ് ദൈവം അവർക്ക് മറച്ചു വച്ചിരിക്കുന്ന മർമ്മം. നമുക്കന്ന് ഇന്നത് തെളിവാണ്. അതൊരു മർമ്മമല്ല, ആ മർമ്മം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ യഹൂദൻ ഇന്നും അതൊരു മർമ്മമാണ്. അവരുടെ ഹൃദയ കണ്ണുകൾക്ക് അതിനെ ദർശിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇവരുടെ ഭ്രംശം ജാതികളുടെ രക്ഷയ്ക്ക് ഹേതുവായി എങ്കിൽ ഇവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിനെന്നല്ലാതെ എന്താകും? മരിച്ചവരുടെ അംഗീകാരം, അവരുടെ അംഗീകാരം, അവർ മരിച്ച അവസ്ഥയിലായിരുന്നു, അവരെ ഇന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഭൗമികമായി. അപ്പോൾ തന്നെ ആത്മീയമായി പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് മരിച്ച ഭക്തന്മാർ ഉയർക്കേണ്ട സമയമായി. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരെ രൂപാന്തരപ്പെടേണ്ട സമയമായി. അവരുടെ അംഗീകാരം, അവരെ അംഗീകരിച്ചു എന്ന് ലോകത്തിന് തന്നെ ഇന്ന് പറയാൻ കഴിയും. വലിയ ആത്മീയരല്ലാത്ത ഹിന്ദുക്കളോ മറ്റു കൂട്ടത്തിൽപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, അവരും പറയും ഇവരൊരു വിശേഷ ജാതിയാണ്. അല്ലേ പിന്നെ കേരളത്തിൻ്റെ പകുതി പോലും വലുപ്പമില്ലാത്ത ഒരു നാട്, കേരളത്തിൻ്റെ 1/3 പോലും ജനസംഖ്യ ഇല്ലാത്ത ഈ കൊച്ചുനാട്, ഈ നാടിന് ഈ ഹമാസിനോടും ഈ ഹിസ്ബുള്ളയോടുമൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവരൊരു പ്രത്യേക ജാതിയാണ്. ആ ചിന്ത ഇന്ന് പലരും ചിന്തയിലുണ്ട്. അവർ അധികം കൺഫസ് ചെയ്യുന്നില്ലെങ്കിലും അവർക്കതറിയാം ഇതൊരു പ്രത്യേക ഗ്രൂപ്പാണെന്ന്. എന്നാൽ അവരെ അംഗീകരിച്ചു ദൈവം. അവരുടെ യഥാസ്ഥാനം മരിച്ചവരുടെ ഉയർപ്പിനെന്നല്ലാതെ എന്താകും? നമ്മുടെ മരിച്ചുപോയ ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായി. നാം രൂപാന്തരപ്പെടേണ്ട സമയമായി. ഞാൻ കഴിഞ്ഞൊരു ദിവസം സൂചിപ്പിച്ചതുപോലെ, എനിക്ക് മരിക്കണം, എനിക്ക് അടക്കപ്പെടണം, എന്നിടത്ത് അടക്കണം എന്നുള്ള അടക്കത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതിനേക്കാൾ മുമ്പിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ്. മേഘത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന സമയം ആസന്നമായിരിക്കുന്നു. തീഷ്ണതയോടെ നമുക്ക് ജീവിക്കാം, ഉത്സാഹത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ, ഇതൊരു നല്ല അവസരമായി നിങ്ങളെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശി യാഗമായി തീർന്ന നസ്രനായ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കർത്താവിന് വേണ്ടി ശിഷ്ടകാലം ജീവിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള വലിയ കാര്യം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.